ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 4ാം ടെസ്റ്റിന്റെ 3ാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരൊറ്റ ഹീറോയേ ഉള്ളൂ, നിതീഷ് കുമാർ റെഡ്ഡി. ഫോളോ ഓൺ പോലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന ഘട്ടത്തിൽ നിന്ന് വേണമെങ്കിൽ ഈ ടെസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ ജയിക്കാം എന്ന രീതിയിലേക്ക് നിതീഷ് കുമാർ റെഡ്ഡി കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ടെസ്റ്റിൽ മികച്ച പ്രകടനം നടത്തി അർഹിച്ച ടെസ്റ്റ് സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഒക്കെ നഷ്ടമായ നിതീഷ് കുമാർ റെഡ്ഡി ഇന്ന് തകർപ്പൻ സെഞ്ചുറിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ 105 റൺസ് നേട്ടത്തിന് സോഷ്യൽ മീഡിയയിൽ എങ്ങും കൈയടികൾ കിട്ടുമ്പോൾ ഒരുപാട് ആളുകൾ വാഴ്ത്തുന്നത് മറ്റൊരാളെയാണ്, നിതീഷിന്റെ പിതാവിനെ. സർവീസിൽ 25 വർഷങ്ങളോളം ബാക്കിയുള്ളപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെ അച്ഛൻ അതിൽ നിന്ന് വിരമിക്കുന്നു. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അവനെ ക്രിക്കറ്റ് ലോകത്ത് ആരെങ്കിലുമൊക്കെ ആക്കാനായിരുന്നു ആ പിതാവിന്റെ തീരുമാനം. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു, അതും സർവീസിൽ ഇത്രയധികം ബാക്കിയുള്ളപ്പോൾ വലിയ റിസ്ക് എടുത്തതിന്. എന്തായാലും ആ പിതാവ് അതിനെ ഒന്നും കാര്യമാക്കിയില്ല. മകന്റെ കഴിവും മകൻ ഭാവിയിൽ ഇന്ത്യക്കായി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും ആ പിതാവിനെ മുമ്പോട്ട് നയിച്ചു. അദ്ദേഹം പലതരം ക്രിക്കറ്റ് അക്കാദമികളിൽ മകനെ കൊണ്ടുപോയി, അവന് പരിശീലനം നൽകി, അവനൊരു വലിയ താരമാകുന്നത് സ്വപ്നം കണ്ടു. എന്തായാലും ആ പിതാവിനെ സാക്ഷിയാക്കി ഇന്ന് മെൽബണിൽ നിതീഷ് കുമാർ റെഡ്ഡി തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ്. എന്തായാലും ആ പിതാവിന്റെ കണ്ണീർ പൊഴിയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇന്ത്യയിലെ മാതാപിതാക്കന്മാരോട് സോഷ്യൽ മീഡിയ ഒരു കമന്റ് പറയുകയാണ്. എന്തായാലും ക്രിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും കളിച്ചാൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിടത്ത് സർവീസിൽ ഇത്രയധികം കൊല്ലം ബാക്കിയുള്ളപ്പോൾ അതിൽ നിന്ന് രാജിവെച്ച് ഒരു മകനെ പിതാവ് പിന്തുണച്ചിരിക്കുകയാണ്. ഇതിൽ പരം എന്താണ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനായിട്ട് വേണ്ടത്? നിതീഷ് കുമാർ റെഡ്ഡിയുടെ പിതാവിന് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്.